പ്രേക്ഷകർക്ക് കാണാം അതിൽ വലിയ തോതിൽ പുക ഉയരുന്നുണ്ട്. തന്നെയുമല്ല പുകച്ചുരുളുകൾക്കിടയിലൂടെ ഒരു തീ ആളുന്നതും നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അതിൻ്റെ ആ കപ്പലിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് വലിയ തോതിൽ പുക ഉയരുന്നുണ്ട്. തീയും ഇങ്ങനെ മുകളിലേക്ക് ആളിപ്പടരുന്നുണ്ട്. അത് ആ കപ്പൽ ഒട്ടും അങ്ങേയറ്റം അപകടകരമായ അവസ്ഥയിലാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ദൃശ്യങ്ങളാകെ. ഇത് ഒരു പക്ഷേ ഈ ജോണിയർ വിമാനങ്ങളൊക്കെ അതിൻ്റെ ആകാശത്തു നിന്ന് പകർത്തിയ ദൃശ്യങ്ങളൊക്കെ തന്നെയാകാം. അത് PRO ഡിഫൻസിൻ്റെ വിഭാഗം, അവരുടെ പബ്ലിക് റിലേഷൻ വിഭാഗം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്, അതിൻ്റെ വിവരങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട്. ഇത് ഏറ്റവും ഒടുവിൽ നൽകിയ അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ ലഭ്യമായ ദൃശ്യങ്ങളാണ്. അതിൽ ഈ പറയുന്ന കപ്പലിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് വലിയ തോതിൽ പുകച്ചുരുളുകൾ ആകാശത്തേക്ക് ഉയരുന്നുണ്ടൊപ്പം അതിലിങ്ങനെ തീ ആളിക്കത്തുന്നതും നമുക്ക് കാണാൻ കഴിയുമ്പോൾ അതിൽ പെട്ടെന്ന് തീ പിടിക്കുന്ന വസ്തുക്കളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതിൽ ഇപ്പോൾ കടലിൽ ചാടിയ നാവികരിൽ ചിലരെ രക്ഷപ്പെടുത്തി എന്നൊക്കെയുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. അവരെ ഇനി തീരത്തേക്ക് കൊണ്ടുവരും എപ്പോഴായിരിക്കും അത് എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ എന്തായാലും അവരെല്ലാവരും സുരക്ഷിതരായിരിക്കുന്നു എന്ന വാർത്ത കേൾക്കാനാണ് നമ്മളൊക്കെ ഇങ്ങനെ കാത്തിരിക്കുന്നത്. അതിൽ 18 നാവികരാണ് ആദ്യഘട്ടത്തിൽ ഈ അപകടം സംഭവിച്ചതിന് പിന്നാലെയും ആ കടലിലേക്ക് എടുത്തു ചാടിയത്. അത് ആ കപ്പലിലെ സുരക്ഷാ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തന്നെ ആയിരിക്കും ഉറപ്പായും അവർ കടലിലേക്ക് ചാടിയിട്ടുണ്ടാവുക. മറ്റു 4 പേരാണ് ആ കപ്പലിലുള്ളത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അവരെപ്പറ്റി ഈ ഘട്ടത്തിൽ നമുക്ക് മറ്റു വിവരങ്ങളൊന്നുമില്ല. ഇതാണ് ഏറ്റവും ഒടുവിൽ വന്ന ദൃശ്യങ്ങൾ. ആ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് വലിയ തോതിൽ ആ കപ്പൽ കത്തുന്നുണ്ട് എന്ന് വ്യക്തമാണ്. ഈ ഘട്ടത്തിലും അത് മുങ്ങിയിട്ടില്ല, അത് കടൽ പരപ്പിൽ തന്നെയുണ്ട്. അതിൻ്റെ ഒരു ഭാഗവും വെള്ളം കയറിയിട്ടില്ല, അതിൽ മുങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിലെ ആ തീ അണയ്ക്കാൻ കഴിയുമോ എന്ന് നമുക്കറിയില്ല. അത് എങ്ങനെ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുമെന്നറിയില്ല. ഈ കപ്പൽ ഉപേക്ഷിച്ചു പോകുമോ, എന്താണ് അതിൻ്റെ നടപടിക്രമങ്ങളൊന്നും നമുക്ക് ഈ ഘട്ടത്തിൽ അറിയില്ല. കപ്പലിൻ്റെ കടൽ പരപ്പിൽ നിന്ന് കപ്പൽ കത്തുന്നതിൻ്റെ ആദ്യ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. അതിൽ ഉണ്ടായിരുന്ന നാവികരിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 18 പേരാണ് കടലിലേക്ക് ചാടിയത്. അതിൽ ചിലരെ രക്ഷപ്പെടുത്തിയെന്ന് സ്ഥിരീകരിക്കാത്ത വിവരമുണ്ട്. 4 പേരെ പറ്റി ഈ ഘട്ടത്തിൽ നമുക്ക് കരയിലേക്ക് കിട്ടിയ വിവരങ്ങളിൽ അത്തരം സൂചനകളൊന്നുമില്ല. കപ്പലിൽ പൊട്ടിത്തെറി ഉണ്ടായത് കോസ്റ്റ് ഗാർഡ് അറിയിക്കുന്നുണ്ട്. അത് തീ പിടിച്ചതിനൊപ്പം കപ്പലിൽ പൊട്ടിത്തെറി ഉണ്ടായി എന്ന വിവരം കൂടി വരുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്.